ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചട്നിയാണ്. ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നി അല്ലെങ്കിൽ സാമ്പാറാണ്. ഇതിന് ഒരു അരമുടി തേങ്ങയും 3 തക്കാളിയും കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കടുക് 1 സ്പൂണ്, ജീരകം 1 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓയിൽ, ഇത്രയാണ് ആവശ്യം. ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജീരകം 1 സ്പൂണ് പൊട്ടാനായിട്ട് അതിലിട്ട ശേഷം വെയിറ്റ് ചെയ്യുക. അതിൽ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന അരമുടി തേങ്ങ ചേർക്കുക. എന്നിട്ട് കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത ശേഷം കുറച്ച് കറിവേപ്പില അതിൽ ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്ന പോലെ മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നല്ലോണം സാമ്പാറിന് വറക്കുന്ന പോലെ വറുത്ത് മാറ്റി വയ്ക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 തക്കാളി നന്നായി മൂപ്പിക്കുക. നന്നായി വഴറ്റിയെടുക്കണം. അതായത് ഈ കളറായി വരണം, നല്ല ബ്രൗൺ കളറായിട്ട് തിരിച്ച് മറിച്ചിട്ട് തക്കാളി മൂപ്പിച്ച് മാറ്റുക. എന്നിട്ടത് രണ്ടും മിക്സി ജാറിൽ അരച്ച് വയ്ക്കുക. എന്നിട്ട് വീണ്ടും പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് 1 സ്പൂൺ ഇട്ട ശേഷം കറിവേപ്പിലയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത ചേരുവകളും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ജാറ് കഴുകിയ വെള്ളവും കുറച്ചതിൽ ഒഴിച്ചോളൂ, കാരണം നല്ല ലൂസായിട്ട് വേണമല്ലോ ഇരിക്കാനായിട്ട്. എന്നിട്ട് അത് നന്നായി ഇളക്കി തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നല്ലോണം തിള വരുമ്പോൾ അതിൽ കുറച്ച് മല്ലിയില തൂവി ഇറക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും വളരെ നന്നായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.